വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുവാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി ഒരു സംഘം വിദ്യാർത്ഥികൾ കോതമംഗലം കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഹോം ഗാർഡ് എന്ന് പേരിട്ടിരിക്കുന്ന നവീന സംവിധാനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടമായി തട്ടേക്കാട്, പുന്നേക്കാട് മേഖലകളിൽ ഉപകരണം സ്ഥാപിച്ചു കഴിഞ്ഞു. വന്യമൃഗങ്ങളുടെ ചലനം തിരിച്ചറിഞ്ഞ് അലാറം ശബ്ദം മുഴക്കുന്ന ഹോം ഗാർഡ് എന്ന ഉപകരണം ഫ്ലാഷ് ലൈറ്റ്, സിഗ്നൽ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകും. സെൻസറുകളും ക്യാമറയും സംയോജിപ്പിച്ചാണ് പ്രവർത്തനം. ആളുകൾക്ക് മുൻകരുതലെടുക്കാനും അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഇതിലൂടെ കഴിയും. വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നതാണ് ഉപകരണം കണ്ടുപിടിക്കാൻ കാരണമായതെന്ന് കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് വിദ്യാർത്ഥി എൽജി തെൽദോ പറഞ്ഞു. 15 മീറ്റർ വരെ റേഞ്ച് വരുന്ന രീതിയിലാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് സോണാർ സെൻസിംഗ് ഉണ്ട്. ലൈറ്റ് ഡിറ്റക്ഷൻ ആണ് കൂടുതലും. അതേപോലെ തന്നെ ലൈറ്റ്, പിന്നെ ഹെവി ആയിട്ടുള്ള സൗണ്ട് പല രീതിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 4 ദിക്കുകളിൽ നിന്നും മൃഗങ്ങളുടെ ചലനം തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യാൻ ഉപകരണത്തിന് കഴിയും. കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെയും NSSന്റെയും നേതൃത്വത്തിലാണ് രൂപകൽപ്പന. കുറഞ്ഞ ചെലവിൽ നാട്ടിലെ ഗ്രാമങ്ങളിൽ സ്ഥാപിക്കാനാകും എന്നതും പ്രത്യേകതയാണ്. ആദ്യഘട്ടമായി തട്ടേക്കാട്, പുന്നേക്കാട് മേഖലകളിൽ ഹോംഗാർഡ് സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. ഇന്ന് നമ്മുടെ കോതമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയുടെ തുടർച്ചയിലാണ് കോളേജ് ഇത്തരം ഒരു ഉപകരണം, അത് കുട്ടികൾ തന്നെയാണ്, അതാണ് പ്രത്യേകം നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കേണ്ടത്. ബാറ്ററിയിലും സോളാർ പവർ സംവിധാനത്തിലുമാണ് ഉപകരണത്തിന്റെ പ്രവർത്തനം. അതിനാൽ വൈദ്യുതി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത് സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കാനും കഴിയും. കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തുവയലിൽ, മാനേജർ സുനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ തുടങ്ങിയവരും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.